ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഒരുപാട് ആവേശത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും ഒരു ഇച്ചിരി എക്സൈറ്റ്മെൻറ്റോടും കൂടി നിങ്ങളോട് ന്യൂസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിനൊരു ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. RRB NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എപ്പോൾ നടക്കുന്നതായിരുന്നു നമ്മുടെ സംശയമായിട്ടുണ്ടായിരുന്നത് അല്ലേ? കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് നമ്മുടെ RRBയുടെ ചെയർമാൻ ആയിട്ടുള്ള CEO ആയിട്ടുള്ള അദ്ദേഹം നമ്മുടെ ലൈവിൽ വരികയും ലൈവിൽ വന്നുകൊണ്ട് നമ്മളോട് അതിൻ്റെ ഒരു ഉത്തരം, ഒരു ഒഫീഷ്യൽ ഉത്തരം നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ഡിസംബറിന് തുടങ്ങി മാർച്ച് അവസാനിക്കുന്ന പോലെ, മാർച്ച് എൻഡോടുകൂടി അവസാനിക്കുന്ന പോലെ എന്ത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? NTPC പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 18നും 28നും ഇടയിലും ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഈ ഒരു കൊറോണ കാലമായതുകൊണ്ട് തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആപ്ലിക്കേഷൻ, നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് കണക്കാക്കാതെ കൊറോണ സിറ്റുവേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് അവരവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ പോലെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും അത് തന്നെ നടത്തുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NTPCക്കാർക്ക് ഒരു സമാധാനമായില്ലേ? ഇനി ഗ്രൂപ്പ് ഡിയുടെ കേസ് എടുക്ക്. ഗ്രൂപ്പ് ഡിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 2021 മുതൽ ജൂൺ 2021 വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഏത് നടക്കും? ഇതാണ് കുറേ വന്നിരുന്നൊരു ചോദ്യം. RRB NTPC ആണ് ആദ്യം നടക്കുന്നത്, അതിലൊരു തീരുമാനമായി. അത് കഴിഞ്ഞ് ഏപ്രിൽ ആദ്യ വാരം മുതൽ തന്നെ ഏതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഡിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആ വേക്കൻസീസിൻ്റെ എണ്ണം, അതിന് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷനാണ്. 1.26 കോടി, 1.25 കോടി അപ്ലിക്കൻസ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്, NTPC കിട്ടിയിരിക്കുന്നത്. 1,15,00,000 അപ്ലിക്കൻസ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്, RRC ഗ്രൂപ്പ് ഡിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ സംശയമായിരുന്നല്ലോ, ഇനി ആ എക്സാം നടക്കുമോ നടക്കില്ല, അവിടെ പ്രൈവറ്റൈസേഷൻ ഇവിടെ പ്രൈവറ്റൈസേഷൻ. എല്ലാവരോടും ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടൊരു ഇത്രയേ ഉള്ളൂ, ഇത്തരം സാധനങ്ങൾക്ക് എന്നും ഉണ്ടാവുന്നതാണ്. പരീക്ഷ നടത്തേണ്ടെന്ന് RRB പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കും, അവർ തീർച്ചയായിട്ടും നടത്തിയിരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടി നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. എന്ന് നടക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അത് എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാനത് 100% വ്യക്തതയോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും എക്സാം ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല, നടക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ അതിനെന്ത് കിട്ടി, നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടി കിട്ടി. അപ്പോൾ ഈ എണ്ണം കണ്ട് 1.26 കോടി 1.15 കോടി എന്ന് പറയുന്ന എണ്ണം കണ്ട് നിങ്ങൾ ആരും ദയവ് ചെയ്ത് പാനിക് ആവാതിരിക്കുക. നമുക്ക് ഒരൊറ്റ ഒഴിവ് മതി. 35,208 നിന്നും ഒരെണ്ണം കുറച്ചാൽ ബാക്കി 35,207 ഉണ്ട്. അത് ആരോ എടുത്തോട്ടെ, നമുക്ക് ആ ഒരെണ്ണേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൽ 1,03,769 മെഗാ ലോട്ടറിയാണ് ഞാൻ പറയുകയാണെങ്കിൽ. ഇത്രയും ഒഴിവുകളൊന്നും എൻ്റെ അറിവിൽ ഒരു പരീക്ഷയ്ക്കും ഈ അടുത്തൊന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് കട്ടയ്ക്ക് പിടിക്കുന്നതിൽ യാതൊരു കുറവും വരുത്താതിരിക്കുക. NTPCക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒന്നുകൂടി ഒന്ന് റിലാക്സ് ചെയ്ത്, ഗ്രൂപ്പ് ഡി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഭൂരിഭാഗം ആളുകളും NTPCക്കും ഗ്രൂപ്പ് ഡിക്കും കോമൺ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഗ്രൂപ്പ് ഡിക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്, അവർക്ക് സമയമുണ്ട്. പക്ഷേ NTPC ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. കട്ടയ്ക്ക് തന്നെ പിടിക്കുക, മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യുക. നിങ്ങൾ എഫേർട്ട് ഇടുക. നമ്മൾ ഇതിനായിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അതിന്റെ ലിങ്കും അതുപോലെ തന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാം. NTPCക്കാർക്ക് ഇനിയിപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത് പഠിച്ചവർക്ക് കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 27 ദിവസങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗ്രൂപ്പ് ഡിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ സമയമുണ്ട്. 4 മാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ്. ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, എക്സാം ഡേറ്റ് നമ്മുടെ RRB ചെയർമാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്തു. 2, എക്സാം സെന്ററിന്റെ കാര്യം അദ്ദേഹം അത് എടുത്ത് പറയുക തന്നെ ഉണ്ടായി. എക്സാം സെന്ററിന്റെ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. കൊറോണ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അധികം ദൂരം ട്രാവൽ ചെയ്യിക്കാതെ തന്നെ, കാൻഡിഡേറ്റ്സിനെ അധികം ദൂരം ട്രാവൽ ചെയ്യിക്കാതെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ അവർക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സാം കണ്ടക്ടിങ് ഏജൻസി ആയാലും ബാക്കി എല്ലാം എന്ത് തന്നെയാണ്, ഓൾറെഡി തീരുമാനമായിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.